FCRA പ്രതിഷേധങ്ങൾക്കിടെ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രി കിരൺ റിജിജു ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരം ഹൈസിന്ത് ഹോട്ടലിൽ വൈകിട്ട് 7-നാണ് കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. FCRA ആശങ്കകൾ കേന്ദ്രമന്ത്രി അറിയിക്കാൻ അവസരമുണ്ടാകും. അലക്സ മുഹമ്മദ് വിവരങ്ങളും ചേരുന്നു. അലക്സ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരിക്കൽ കൂടി കിരൺ റിജിജു ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഡാമേജ് കൺട്രോളാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം. പക്ഷേ ഇനിയൊരു ചർച്ച സഭാ നേതൃത്വമായൊന്നും ഇല്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ വന്ന് എന്ത് ഡാമേജ് കൺട്രോളാണ് കിരൺ റിജിജുവിന്റെ പ്ലാൻ? അലക്സ്. ഹാഷ്മി, FCRA ബില്ല് പാർലമെന്റ് പാസാക്കിയിരുന്നെങ്കിൽ അത് കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നുവെന്ന് സംസ്ഥാന BJP നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ തിടുക്കപ്പെട്ട് സംസ്ഥാന നേതൃത്വം തന്നെ കേന്ദ്ര നേതാക്കളെ, അതായത് ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരെ ബന്ധപ്പെട്ട് തൽക്കാലം ആ ബില്ല് അവതരിപ്പിക്കുന്നത് നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലെ ഗിമ്മിക്കാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ ബിൽ അതേപടി തന്നെ നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു, അതായത് ബിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് BJPയുടെ കേന്ദ്ര മന്ത്രിമാരും അതുപോലെ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. ഇന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു കേരളത്തിലുണ്ട്. അദ്ദേഹം ഇന്ന് 3 മണിക്ക് കൊല്ലത്തും 4 മണിക്ക് കുണ്ടറയിലും അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളുണ്ട്. റോഡ് ഷോ അടക്കം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് വൈകുന്നേരം 7:30 മണിക്കാണ് അദ്ദേഹത്തിന് നിശ്ചയിച്ച പരിപാടി. നേരത്തെ, അതായത് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നത് അത് മൈനോറിറ്റി ഔട്ട്റീച്ച് എന്നാണ് ആ പരിപാടിയുടെ പേര് രേഖപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം അതിന്റെ പേര് മാറ്റി കോഫി വിത്ത് കിരൺ റിജിജു എന്നാക്കി. അതായത് സംസ്ഥാനത്തെ BJPയിലെ മൈനോറിറ്റി നേതാക്കളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായി ക്രൈസ്തവ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുള്ള നേതാക്കളടക്കം അതിൽ പങ്കെടുക്കും. അതിലവർ ഈ ആശങ്ക അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതല്ലാതെ സംസ്ഥാനത്തെ മറ്റു ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ കേന്ദ്രമന്ത്രിയെ കാണുകയോ കേന്ദ്രമന്ത്രി അവരെ അങ്ങോട്ട് കാണുകയോ തരത്തിലൊരു പരിപാടി ഇതുവരെ ആസൂത്രണം ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇത് വിശുദ്ധ വാരമാണ്, ഇന്ന് ദുഃഖവെള്ളിയാണ്. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽപ്പാണ്, ഈസ്റ്ററാണ്. സ്വാഭാവികമായി പുരോഹിതരും അതുപോലെ ക്രൈസ്തവ നേതാക്കളുമൊക്കെ അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരിക്കും. ഈ ദിവസങ്ങൾ അവരെ കാണുക എത്രമാത്രം പ്രായോഗികമാണെന്നുള്ള കാര്യം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ അവർ BJPയിലെ ഈ മൈനോറിറ്റി മോർച്ച നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സ്വാഭാവികമായി അവർ ഈ ആശങ്ക കേന്ദ്രമന്ത്രി അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.